ഡിയർ ഫ്രണ്ട്സ്, കൊക്കോ മരവും കൊക്കോ കായയും കണ്ടിട്ടില്ലാത്തവരുണ്ടോ? നമ്മുടെ ചോക്ലേറ്റ് ഉണ്ടാക്കലാണ് ഇന്നത്തെ വീഡിയോ. അതിനായിട്ട് കൊക്കോ പറിച്ച് അതിനകത്തുള്ള വിത്തുകളെടുത്ത് നന്നായി കഴുകി അത് ഉണക്കാനിടുന്നു. നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം നമ്മളതെടുത്ത് ഒരു ചീനച്ചട്ടിയിലിട്ട് ഒന്ന് വറുത്തെടുക്കാം. വറക്കുമ്പോൾ അതിൻ്റെ തോട് ഇങ്ങനെ പൊളിഞ്ഞ് വരുന്നതായിട്ട് കാണാം. ഞാനത് ചൂടാറാനായിട്ട് ഇട്ടിരിക്കുകയാണ്. ചൂടാറിയതിന് ശേഷം നമ്മളിത് ഓരോന്നായിട്ട് എടുത്ത് ഈ കടലയുടെ തോട് കളഞ്ഞതുപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തോട് കിട്ടും നമുക്ക്. അതിനുള്ളിൽ കറുത്തിട്ടുള്ള കളറിലാണ് കൊക്കോക്കുരു ഉണ്ടാവുക. അത് കുറച്ച് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ തോടൊക്കെ കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഞാനതിൻ്റെ തോട് കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുള്ളതാണ് കാണുന്നത്. കുറച്ച് തോടുണ്ടാവും, അത് നമുക്ക് കളയാം. അതിനുശേഷം ഇത് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. പൊടിക്കുന്ന മിക്സിയാണ് നല്ലത്. വേണമെങ്കിൽ കുറച്ച് അധികമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഉരലിലിട്ടൊന്ന് കുത്തിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചാലും മതി. ഞാൻ ഡയറക്റ്റായിട്ട് പൊടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ചട്നിയുടെ ഒക്കെ ഉണ്ടാക്കണം മിക്സിയുടെ ജാറിലേക്കുള്ളതേ ഉള്ളൂ. ഇതാ പൊടിച്ചു കഴിഞ്ഞു. നല്ല കാപ്പിപ്പൊടി പോലെ കണ്ടാൽ നമുക്ക് തോന്നും. നല്ല ചോക്ലേറ്റ് പൊടിയാണിത്. നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ സൂക്ഷിച്ച് വെക്കാം. അല്ലെങ്കിൽ ഒന്നുകൂടെ അരച്ച് കഴിഞ്ഞാൽ വെള്ളമൊന്നും ചേർക്കണ്ട, അല്ലാതെ തന്നെ നല്ല ഡ്രൈ കുഴമ്പ് പരുവത്തിലായിട്ട് നമുക്ക് കിട്ടും. അതിന് ശേഷം പഞ്ചസാര പൊടിക്കാം. അതേ മിക്സിയിൽ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. പിന്നെ കുറച്ച് പാൽപ്പൊടിയാണ് വേണ്ടത്. പാൽപ്പൊടി 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഞാനതിനകത്ത് മിക്സ് ചെയ്യുന്നത്. ഇത് പാൽപ്പൊടി ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഡബിൾ ബോയിലിംഗ് രീതിയിലാണ് തയ്യാറാക്കുന്നത്. ആദ്യം ഒരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളയ്ക്കുമ്പോൾ അതിന് മുകളിൽ ചെറിയ പാത്രം വെച്ച് അതിനകത്തേക്ക് കുറച്ച് നെയ്യ്, അമൂലിൻ്റെ നെയ്യാണ് ഞാൻ ഉപയോഗിച്ചത്. നെയ്യ് ഒരു 2 സ്പൂൺ നെയ്യ് ഇട്ടാൽ മതി. അത് ഈ തിളച്ച വെള്ളത്തിൽ ഇറക്കി വയ്ക്കുമ്പോൾ നെയ്യ് പെട്ടെന്ന് ഉരുകും. നെയ്യ് ഉരുക്കി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഈ പൊടികളെല്ലാം ചേർക്കാം. ആദ്യം നമ്മൾ ചോക്ലേറ്റ് പൊടി തന്നെ ചേർക്കും. അതിനുശേഷം നമ്മൾ പാൽപ്പൊടി, പഞ്ചസാര പൊടിച്ചത് അതും കൂടെ അതിനകത്തേക്ക് മിക്സ് ചെയ്യാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ വെള്ളം തിളച്ചുകൊണ്ടിരുന്നോട്ടെ. അതിനകത്ത് നമുക്ക് ഈ ഉള്ളിൽ വെച്ചിട്ടുള്ള പാത്രത്തിലിട്ടിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അതെല്ലാം മിക്സ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു രീതിയിൽ കുഴമ്പ് പരുവായിട്ട് അത് കിട്ടും. വേറെ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ആ ഉള്ള നെയ്യിൽ തന്നെ ഈ പൊടികളെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിൽ ഇനി നമുക്ക് ചെയ്യേണ്ടത് എടുത്ത് തണുപ്പൊന്നും വേണ്ട, നല്ല പുറത്തേക്ക് എടുത്ത് വെച്ച് നമുക്ക് ഫ്രീസറിൻ്റെ ഉള്ളിലുള്ള ഐസ് ക്യൂബ് ഉണ്ടാക്കുന്ന ആ ട്രേയിലേക്ക് ഇത് മാറ്റാം. നമുക്ക് ഇഷ്ടമുള്ള മോൾഡിലേക്ക് മാറ്റാം. ഞാൻ ഐസ് ക്യൂബിൻ്റെ ട്രേ ആണ് ഉപയോഗിച്ചത്. പിന്നെ കുറച്ച് കടല ഒരു അലങ്കാരത്തിന് വേണ്ടി ഇങ്ങനെ വെച്ചു. പിന്നെ നേരെ ഫ്രീസറിലേക്ക് കയറ്റുക. ഒരു 1-2 മണിക്കൂറാകുമ്പോഴേക്കും നമുക്കത് പുറത്തേക്ക് എടുക്കാം. നല്ല കട്ടയായിട്ട് കിട്ടും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചോക്ലേറ്റിൻ്റെ അതേ പോലെയാണ് നമുക്ക് അതിൻ്റെ മോൾഡിൽ നമുക്ക് കിട്ടുന്നത്. ഏത് മോൾഡിലാണോ നമ്മൾ ഇടുന്നത് ആ ഒരു മോൾഡിൽ നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഐസ് ക്യൂബിൻ്റെ ആകൃതി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ആ കടലൊക്കെ അതിനകത്ത് ഒട്ടിപ്പിടിച്ച് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. എനിക്ക് ആകെ ഒരു 8 അത്രയൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. കുറച്ചും കൂടെ കൂടുതൽ ഞാൻ ആകെ 3 കായാണ് എടുത്തത്. അതിൽ നിന്നാണ് എനിക്ക് ഇത്രയും ചോക്ലേറ്റ് ഉണ്ടായത്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറാണ് കേട്ടോ. ഞാനുണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നല്ല രുചിയുണ്ട്. സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചോക്ലേറ്റിൻ്റെ അതേ ടേസ്റ്റാണ്. അപ്പോൾ കഴിയുന്നവർ ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു.